ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ലൈവ് ട്രേഡ് ആണ്. അപ്പോൾ നോർമലി ഫസ്റ്റ് നമ്മൾ ഏതാണോ പേഴ്സ് എടുക്കുന്ന പേഴ്സ് ജസ്റ്റ് അനലൈസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ EUR/JPY പിന്നെ EUR/USD ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ചാർട്ടും വെച്ചിട്ടാണ് നമ്മളിന്ന് ട്രേഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ ലൈൻസ് എല്ലാം ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് EUR/JPY ഫസ്റ്റ് ലൈൻസ് ഡ്രോ ചെയ്യാം. അപ്പോൾ എനിക്ക് ഈ ഒരു പൊസിഷൻ, അതായത് നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റന്റ് ഏരിയാസ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണുകളൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് അടുത്തൊരു ഹൈ ഈ ഒരു റേഞ്ചിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വിക്കറ്റ് കൂടി അവിടെയും നമ്മളൊരു ജസ്റ്റ് ലെവല് മാർക്ക് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ജസ്റ്റ് ഞാൻ പെൻ ടൂൾ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കൊരു റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു റേഞ്ചുകൾ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ EUR/USD നമുക്ക് നോക്കാം. EUR/USD ഓൾറെഡി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സോൺ അവിടെ മാർക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ടച്ചസ് ഉള്ള ഒരു ലോ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ആ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റിൽ ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് അടുത്തൊരു ലെവൽ മാർക്ക് ചെയ്യണം. നമ്മൾ ജസ്റ്റ് അതിന്റെ വിക്കറ്റ് ബോഡി അവിടെ മാർക്ക് ചെയ്യാം. ഈ ഒരു ഏരിയയാണ് നമ്മുടെ സോണ്. ഓൾറെഡി പ്രീവിയസ് ഉണ്ടായിരുന്ന ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് അവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഈ ഒരു പൊസിഷനിൽ. അപ്പൊ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാം. ഓൾറെഡി ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് ടച്ചസ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ ടച്ച് ഉണ്ട്, സെക്കൻഡ് ഇവിടെ ഉണ്ട്, തേർഡ് ഇവിടെ ഉണ്ട്, ഫോർത്ത് ഇവിടെ ഉണ്ട്, ഫിഫ്ത്ത് ഇവിടെ ഉണ്ട്. ഈ ഒരു ടൈമിൽ മാർക്കറ്റ് അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഈ ഒരു ലോന് താഴത്തെ അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ബ്രേക്ക് ഔട്ട് ട്രേഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ, അതായത് അടുത്തൊരു റീട്രേസ്മെന്റ് ഉണ്ടോ നോക്കാം. റീട്രേസ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡലിന് ശേഷം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ അടുത്തൊരു താഴെയാണ്, അടുത്തൊരു ലോയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യാൻ നോക്കാം. മാർക്കറ്റ് ഈ ഒരു പൊസിഷനിൽ സപ്പോർട്ട് എടുത്ത് ഓക്കെ ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തു. അപ്പൊ നമുക്ക് അടുത്തൊരു ലെവൽ ഇവിടെ മാർക്ക് ചെയ്യാം. അവിടെ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെവല് ഇവിടെ മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാം ഓൾറെഡി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹൈനെ ഈ ഒരു ഫുൾ ബാക്കിലാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷൻ വാലിഡ് ആണ്. അവിടെ ഒരു സപ്പോർട്ട് ഏരിയ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. EUR/USD നമുക്ക് ട്രേഡിങ്ങിന് ഈ ഒരു ടൈമിൽ ചാൻസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിലാണ്. ലെവൽസുകൾ ആദ്യം മാർക്ക് ചെയ്തിട്ട് അതിനുശേഷം മാത്രം ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സോൺ മാർക്ക് ചെയ്തു. ഇപ്പോൾ ബയേഴ്സ് സ്ട്രോങ് ആണ്, സെല്ലേഴ്സ് സ്ട്രോങ് ആണ്, ബയേഴ്സ് അവിടെ വീക്ക്നെസ് ആണ് കാണിക്കുന്നത് ഈ ഒരു പൊസിഷനിൽ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ട്രേഡിംഗ് പൊസിഷൻ ഈ ഒരു ഏരിയ ആണ്. അവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. EUR/USD, EUR/JPY അതുപോലെ നമുക്ക് അടുത്തൊരു ചാൻസ് നമ്മുടെ സോണിൽ എത്തിയാലാണുള്ളത്. അപ്പൊ ആ ഒരു ടൈം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ആ ഒരു ഏരിയാസിൽ എത്തുമ്പോൾ മാത്രം വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഞാൻ ജസ്റ്റ് EUR/USD അനലൈസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ EUR/USD നിങ്ങൾക്ക് കാണാം ഇവിടെ ഓൾറെഡി ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഒരു സോണിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ റിയാക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ റിവേഴ്സൽ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ആ ഡ്രോ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ മാർക്കറ്റ് ഇവിടെ നിന്നൊരു ബൈ, അതായത് ഇവിടെ നിന്നൊരു ഡിമാൻഡ് സോണിൽ നിന്നാണ് മാർക്കറ്റ് കയറി പോയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, മാർക്കറ്റ് വളരെ അഗ്രസീവ് ആയിട്ടാണ് താഴേക്ക് വരുന്നത്. നല്ല രീതിയിലുള്ള റിജക്ഷൻ ആ ഒരു പൊസിഷനിൽ മാർക്കറ്റിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. EUR/USD അടുത്തൊരു ക്യാൻഡില് ഈ ഒരു ലെവൽ ടച്ച് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം മാർക്കറ്റിന്റെ അടുത്തൊരു സപ്പോർട്ടീവ് പൊസിഷൻ ഇതാണ്. ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് നോക്കാം. നമുക്ക് ആ ഒരു സോണിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഫസ്റ്റത്തെ ട്രേഡ് എടുക്കുന്നത്. യെസ്, അപ്പോൾ മാർക്കറ്റ് ആ ക്യാൻഡിൽ ആ ഒരു സോണിലേക്കാണ് എൻട്രി ആവുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് 5 മിനിറ്റ്സിൽ കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ജസ്റ്റ് 5 മിനിറ്റ്സിൽ പോവാം. EUR/USD
ഓക്കെ 5 മിനിറ്റ്സിൽ മാർക്കറ്റ് ഏതെങ്കിലും ഒരു പ്രോപ്പർ റിവേഴ്സൽ പാറ്റേൺ തന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഈ സോണിലേക്ക് എൻ്റർ ചെയ്യാൻ ഇനിയും ഡിസ്റ്റൻസ് ഉണ്ട്. കാരണം ഇത്രയും ഒരു ഏരിയ ഉണ്ട്, ഈ ഒരു പ്രൈസ് റേഞ്ച് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ നെക്സ്റ്റ് ക്യാൻഡിൽ ഏകദേശം നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. അതായത് നമുക്ക് ഇത്രയും ഒരു ഡിസ്റ്റൻസ് അവിടെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഓൾറെഡി ബയ്യേഴ്സ് ആ ഒരു പൊസിഷൻ എൻട്രി ആയിട്ടുണ്ട്. 5 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ നമുക്ക് നോക്കാം. ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്തു. ഓക്കെ മാർക്കറ്റ് നമ്മൾ ഓൾറെഡി വരച്ച ആ ഒരു പൊസിഷനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ മാർക്കറ്റ് ആ ഒരു ലെവലിനും, അതായത് സെല്ലേഴ്സ് വളരെ ആക്റ്റീവ് ആണ്. അടുത്തൊരു ഹൈ ഫുൾ ബാക്ക് എടുത്ത് ലോ ഇവിടെയാണ്, ഫുൾ ലോ. ഓക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു മാക്സിമം ഇവിടെ ലോ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവേഴ്സൽ ആണ്. അതായത് മാർക്കറ്റ് ഓൾറെഡി ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ സഡൻ ആയിട്ടുള്ള ഒരു റിവേഴ്സൽ ട്രേഡിനല്ല നോക്കേണ്ടത്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതായത് മാർക്കറ്റ് നമുക്ക് കൺഫർമേഷൻ തന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഇവിടുന്ന് റിവേഴ്സൽ ട്രേഡ് എടുക്കുക. ഈ ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക? ഓക്കെ മാർക്കറ്റ് ഓൾറെഡി ആ ലെവലിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റ് എങ്ങനെയാണ് അവിടെ നിന്നൊരു റിവേഴ്സൽ സ്ട്രാറ്റജി, അതായത് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണോ തന്നിട്ടുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. റിവേഴ്സ് ചെയ്ത ഏരിയ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യാണ്. ഇതാണ് ഇപ്പോൾ പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള ലോ. നമ്മൾ ആ ഒരു ലോ അവിടെ മാർക്ക് ചെയ്യാം. യെസ് ഇതാണ് നമുക്ക് പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള ലോ. അതായത് മാർക്കറ്റ് വീണ്ടും ഈ ഒരു സോണിലേക്ക് എൻട്രി ആയിട്ടാണ് നമുക്കൊരു റിവേഴ്സൽ പാറ്റേൺ തരുന്നതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. 5 സെക്കൻഡിലാണ് ഞാൻ എൻട്രി നോക്കിയത്. ഓക്കെ ബയേഴ്സ് വീക്ക് ആണ്, കാരണം നല്ലൊരു സെല്ലിംഗ് പൊസിഷൻ തന്നെയാണ്. നമുക്കൊരു പ്രോപ്പർ റിവേഴ്സൽ സ്ട്രാറ്റജി വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് വീണ്ടും ആ ഒരു സോണിലേക്ക് തന്നെ എൻട്രി ചെയ്യുന്നുണ്ട്. ഓക്കെ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് വീക്ക്നെസ് ആണ് കാണിക്കുന്നത് ബയേഴ്സിന്റെ. നോക്കാം. ഓക്കെ നമുക്ക് ഈ ഒരു സോണിലേക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും. കാരണം ഇതാണ് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ലോ. അതിപ്പോൾ സെക്കൻഡ് ടച്ച് ഈ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റിവേഴ്സൽ പാറ്റേൺ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ഓൾറെഡി ഒരു റിവേഴ്സൽ ഏരിയ, അതായത് റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് അതിന്റെ കീ ലെവൽസ് മാർക്ക് ചെയ്യാം. ഓക്കെ ജസ്റ്റ് കീ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അഗ്രസീവ് ആയിട്ട് ബയേഴ്സ് എൻട്രി ആവുന്നുണ്ട്. കൺഫർമേഷന്റെ പുറത്ത് മാത്രമേ നമ്മൾ ട്രേഡ്സ് എടുക്കുന്നുള്ളൂ. അതായത് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ 1 മിനിറ്റിലെ ലെവൽസ് മാർക്ക് ചെയ്യാണ്. 1 മിനിറ്റിൽ ഇതാണ് നമ്മുടെ കീ ലെവൽസ്. ജസ്റ്റ് ലെവൽസ് മാർക്ക് ചെയ്യാണ്. ഓക്കെ ഇനി നമുക്കൊരു കണ്ടിന്യൂഷൻ ട്രേഡ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈന് മുകളിൽ ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പൊസിഷനിൽ ബ്രേക്ക് ചെയ്തിട്ട് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. കാരണം ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് റൺ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക നമുക്ക് എങ്ങനെയാണ് ആ ഒരു ക്യാൻഡിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു റീട്രേസ്മെന്റ് ആണെങ്കിൽ, ഒരു റീടെസ്റ്റിംഗ് ക്യാൻഡിൽ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്യാൻഡിൽ ഒരു ബൈ ക്യാൻഡിൽ ലഭിക്കുന്നതാണ്. അതായത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കൺഫർമേഷൻ ആണ്. യെസ് അപ്പൊ നമുക്ക് ആ ഒരു കൺഫർമേഷൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. 5 സെക്കൻഡ്സിൽ പോയിട്ട് നമ്മൾ എൻട്രി പോയിന്റ് നോക്കുക. ജസ്റ്റ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ് എൻട്രി കിട്ടുന്നതെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മളൊരു എൻട്രി പോയിന്റ്. യെസ് പെർഫെക്റ്റ്. മാർക്കറ്റ് അവിടെ നിന്ന് ഒരു റിവേഴ്സൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇൻഡിസിഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആ ഒരു ക്യാൻഡലിന് ശേഷം നമുക്ക് കൺഫർമേഷൻ കിട്ടിയ അവിടെ നിന്ന് ഒരു കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റും. അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ
നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. കാരണം മാർക്കറ്റിന്റെ അടുത്തൊരു ഹൈ ഇതിന് മുകളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ കോൾ ഓപ്ഷൻ എടുക്കാത്തത്. കാരണം റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു മാർക്കറ്റ് റൺ ചെയ്യാനുള്ള സ്പേസ് ആ ഏരിയയിലില്ല. നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രോപ്പർ റിവേഴ്സൽ ആണ് 5 സെക്കൻഡ്സിൽ. ഓക്കെ യെസ്, മാർക്കറ്റ് ഒരു ജസ്റ്റ് ഒരു പുൾ ബാക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ ഓക്കെ നമ്മൾ 2 ട്രേഡ് സെൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ട്രേഡ് സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് 5 സെക്കൻഡ്സിൽ മാർക്കറ്റ് ആ ഒരു പ്രൈസ് നിന്ന് റിജക്ഷൻ ആണ് വന്നിട്ടുള്ളത്. ഓൾറെഡി ഈ ഒരു പൊസിഷനിൽ റിജക്ഷൻ വന്നു, അതിനുശേഷം ഈ ഒരു പൊസിഷനിലും റിജക്ഷൻ വന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ബൈ ക്യാൻസൽ ചെയ്തിട്ട് സെല്ലിലേക്ക് പോയത്. കാരണം നമുക്ക് ഈ പൊസിഷൻ സെയിം പൊസിഷൻ എന്നാണ് മാർക്കറ്റ് റിജക്ഷൻ വരുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത 5 സെക്കൻഡ്സിൽ നമുക്ക് നമ്മുടെ വിന്നിങ്. ഓക്കെ യെസ് പെർഫെക്റ്റ്. നമുക്ക് ആ ഒരു ട്രേഡ്, അതായത് 2 ട്രേഡ് നമ്മളിപ്പോൾ എടുത്തത് വിന്നായി, അതായത് നമുക്ക് വിന്ന് കിട്ടി. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ കോൾ ഓപ്ഷൻ ആണ് വേണ്ടി വെയിറ്റ് ചെയ്തത്. അപ്പൊ ആ കോൾ ഓപ്ഷൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് നിങ്ങൾക്ക് തന്നെ കാണാം 5 സെക്കൻഡ്സിൽ ഓൾറെഡി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. സെയിം പൊസിഷനിൽ തന്നെ മാർക്കറ്റ് ടച്ച് ചെയ്തതിന് ശേഷം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഗൾഫിംഗ് പാറ്റേൺ ആണ് വന്നിട്ട്, അതായത് വിക്ക് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു എൻഗൾഫിംഗ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷൻ ആണ് നമ്മുടെ കീ ലെവൽ. ആ എൻട്രിയിലാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം മാർക്കറ്റ് സെല്ലിംഗ് പൊസിഷനിൽ പോകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾ ആ ഒരു പൊസിഷൻ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതിനനുസരിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. ഇനി നമുക്ക് അടുത്തൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അതായത് ആ ഒരു മാക്സിമം ലൈൻസ് ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്യാണ്. ഇവിടെ മാർക്കറ്റിൽ നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അടുത്തൊരു ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ടത് അടുത്തൊരു റിവേഴ്സൽ ഏരിയ ഏതാണെന്നുള്ളത് കൺഫർമേഷൻ ചെയ്യണം. ഓക്കെ നമുക്ക് ഓക്കെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ട്രേഡ് എടുക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താലേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ മാർക്കറ്റ് ആ ഒരു പൊസിഷനിൽ സപ്പോർട്ട് റെസിസ്റ്റന്റ് ടച്ച് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കീ ലെവൽ, സോണ് ജസ്റ്റ് മാർക്ക് ചെയ്യാണ്. ഓക്കെ തൊട്ട് മുകളിലുള്ള റിവേഴ്സൽ ഏരിയാസ് നോക്കാം നമുക്ക്. ഇത് പ്രീവിയസ്ലി ഉണ്ടായിരുന്നൊരു റേഞ്ച് ആണ്, ഒരു മേജർ, കാരണം മൾട്ടിപ്പിൾ ടച്ചസ് ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ ഇനി നമുക്കൊരു ഡൗൺ ട്രേഡ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്താലേ ഡൗൺ ട്രേഡിലേക്ക് എനിക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ അത് രണ്ടും കൺഫർമേഷൻ ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഇപ്പം നമുക്ക് ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റി ഇല്ല, അതായത് ബൈയും സെല്ലും എടുക്കാൻ പറ്റാത്ത ഒരു പൊസിഷനാണ്. കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. മാർക്കറ്റ് നമുക്കൊരു പ്രോപ്പർ സൈൻ തന്നതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. മാർക്കറ്റ് മാക്സിമം ഈ ഒരു പൊസിഷനിൽ ടച്ച് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് ഈ ഒരു ലോന് താഴെ അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്യാനായിരിക്കാൻ സാധ്യത കൂടുതൽ. നമുക്ക് നോക്കാം. മാർക്കറ്റിന്റെ സ്ട്രക്ചറിൽ അടുത്തൊരു ലോയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഫേക്ക് ബ്രേക്ക്ഔട്ട് ആണ്, തിരിച്ച് കയറുമോ നമുക്ക് നോക്കാം. കാരണം വലിയൊരു സോണിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പം ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. സോണ് നിങ്ങൾക്ക് തന്നെ കാണാം, ഈ ഒരു റേഞ്ചിലായിരുന്നു മാർക്കറ്റ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ ഡ്രോപ്പ് ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം. അടുത്തൊരു ട്രേഡിംഗ് കൺഫർമേഷൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത കോൾ ഓപ്ഷൻ എടുക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം ബയ്യേഴ്സ് വീക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ അവർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊരു കോൾ ഓപ്ഷന് മുന്നോട്ട് പോകുന്നത് ശ്രദ്ധിക്കണം. കാരണം നമുക്കൊരു 1 ക്യാൻഡിലാണ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അടുത്ത ക്യാൻഡിൽ കോൾ ഓപ്ഷൻ പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കാരണം മാർക്കറ്റ് ഇവിടെ റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ തിരിച്ച് ഈ ഒരു സോണിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്ര ഏരിയാസിൽ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, കൺഫർമേഷൻ ഫസ്റ്റ് എടുക്കുക, അതിനുശേഷം മാത്രം ട്രേഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഹൈ ടച്ച് ചെയ്തപ്പോൾ ഇത്രയൊരു റിജക്ഷൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം പൊസിഷനിൽ നിങ്ങൾ ഒരു കോൾ ഓപ്ഷൻ ചാടി കയറി എടുക്കരുതെന്ന് പറഞ്ഞത്. കാരണം മാർക്കറ്റ്
വീക്ക്നെസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ മാർക്കറ്റിന് ഇവിടെ ഒരു വീക്ക്നെസ് ഉണ്ട്, ബയേഴ്സ് അവരെ പവർ കുറച്ചാണ് വരുന്നത്. അപ്പം ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ ഫെയിൽ ആവും. അതുകൊണ്ട് നമ്മളൊരു ലെവൽ മാർക്ക് ചെയ്ത ലെവൽ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ ആ ഒരു സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു പൊസിഷനെ ക്യാൻസൽ ചെയ്തത്. നമുക്കിനി അടുത്ത ഒരു പൊസിഷൻ നോക്കാം, അതായത് ആ മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ ഇനി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, മാർക്കറ്റ് അവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബയേഴ്സ് എൻട്രി തന്നെ ഒരു റാലി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, നല്ലൊരു മൊമെന്റം ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു നല്ലൊരു മൊമെന്റത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ആ റേഞ്ചിലെത്തി റിജക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട് ഈ ഒരു പൊസിഷൻ. സെല്ലേഴ്സ് ഈ ഒരു സോണിലേക്ക് എൻട്രി ചെയ്യാൻ നമുക്ക് നോക്കാം. ഈ ഒരു സോണിലേക്ക് എൻട്രി ചെയ്തില്ലേ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതൊരു മൊമെന്റത്തിൽ റീട്രേസ്മെന്റ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ എൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാം. അതല്ല യെസ് ഈ ഒരു സോണിലാണ് എൻട്രി ചെയ്തിരുന്നെങ്കിലും നമ്മൾ ജസ്റ്റ് ആ ഒരു ഏരിയ വെയിറ്റ് ചെയ്യുക. കാരണം മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് എടുത്ത് താഴേക്ക് ഫോളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം, അത് റീട്രേസ്മെന്റ് ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ഗ്രീൻ ക്യാനിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, യെസ് മാർക്കറ്റ് റീട്രേസ്മെന്റ് ആണ്. റീട്രേസ്മെന്റ് ആണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ഹൈയിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ഹൈയിലേക്ക് അത് മൂവ് ചെയ്യുന്നതാണ്. കാരണം മാർക്കറ്റിന്റെ മൊമെന്റം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം, അതായത് ഈക്വൽ ലെവലിലാണ് മാർക്കറ്റ് പോയി ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കോൾ ഓപ്ഷൻ എടുക്കരുത്. മാർക്കറ്റ് വീണ്ടും താഴേക്ക് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ച് ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട്. അതല്ല ഈ ഒരു പ്രൈസ് റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് അടുത്തതൊരു കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റും. യെസ്, ഇവിടെ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് മാർജിനൽ സേഫ്റ്റിയിലാണ് നമ്മൾ എപ്പോഴും ട്രേഡ് എടുക്കേണ്ടത്. യെസ്, മാർജിനൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് സോൺ. അപ്പൊ നമുക്ക് ഈ ഒരു സോണിൽ എൻട്രി ചെയ്താൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. അതല്ലാതെ ഒരു ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. യെസ്, നമുക്ക് ആ ഒരു സോണിൽ എൻട്രി ചെയ്ത് നമ്മുടെ ഈ ഒരു ലൈനിലാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, റിവേഴ്സൽ പാറ്റേൺ, യെസ് പെർഫെക്റ്റ് ആയിട്ടുള്ള റിവേഴ്സൽ പാറ്റേൺ വന്നിട്ടുണ്ട്. മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ഡൗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചാൻസ് മിസ്സായി. കാരണം മാർക്കറ്റ് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവേഴ്സൽ, അതായത് കണ്ടിന്യൂഷൻ സൈൻ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പൊസിഷനിൽ നമുക്ക് ആ സോണിൽ എൻട്രി ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്താണ്. ഓക്കെ, കാരണം ഇതായിരുന്നു നമ്മുടെ എൻട്രി പോയിന്റ്. നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എപ്പോഴും എൻട്രി എടുക്കുമ്പോൾ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ലെവൽ മാർക്ക് ചെയ്തിട്ട് മാത്രം എൻട്രി എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഈ ഒരു റേഞ്ച് ഇതായിരുന്നു നമ്മുടെ എൻട്രി പോയിന്റ്. യെസ്, ആ ഒരു ക്യാൻഡിൽ ഗ്രീൻ, ആ ട്രേഡ് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇനി നമ്മൾ എന്താ അടുത്തൊരു കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടത് കൺഫർമേഷൻ ആണ്. അതേ സെയിം ടൈമിൽ മാർക്കറ്റ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ ഞാനൊരു കോൾ ഓപ്ഷന് പോകുമായിരുന്നു. അപ്പൊ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിന്റെ അടുത്തൊരു ഹൈ എവിടെയാണെന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ ഒരു സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, യെസ്, നിങ്ങൾക്ക് തന്നെ കാണാം എന്തുകൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ ഞാൻ ട്രേഡ് ചെയ്യാറുള്ളത്. കാരണം നമുക്ക് ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ പ്രീവിയസിലുള്ള ഹൈ തൊട്ടടുത്ത് വരുന്ന ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ പൊസിഷനിൽ കണ്ടിന്യൂഷൻ ട്രേഡ് ക്യാൻസൽ ചെയ്തത്. യെസ്, ആ ക്യാൻഡിൽ നിങ്ങൾക്ക് തന്നെ കാണാം റിജക്ഷൻ വന്നിട്ട് ഇവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിന് മെയിൻ റീസൺ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ പ്രീവിയസിൽ ഉണ്ടാക്കിയ ഈ ഒരു ഹൈനെ ഈ ഒരു ക്യാൻഡലിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് സ്ട്രോങ് ആണ്. അപ്പൊ അവിടെ നമ്മളൊരു 50-50 ചാൻസ് എടുക്കാൻ നിൽക്കാത്തതാണ് നല്ലത്. കാരണം നമുക്ക് വേണ്ടത് മാക്സിമം കൺഫർമേഷനിൽ കിട്ടുന്ന ട്രേഡാണ്. അപ്പൊ ആ ഒരു പൊസിഷനിൽ നമുക്ക്, അതായത് ആ കൺഫർമേഷനിൽ എടുക്കുന്ന ട്രേഡുകൾ ലോസ് ആവാനുള്ള ചാൻസസ് കുറവാണ്. ഇൻ കേസ് നമുക്കത് മണി മാനേജ്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അതല്ലാണ്ട് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ലോസ് കൂടുന്നതാണ്. ഇനി നമുക്കൊരു സെക്കൻഡ് ട്രേഡ് നോക്കാം.
ഓക്കെ, മാർക്കറ്റ് ആ പൊസിഷൻ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ നോക്കാം നമുക്ക് ഈ ഗ്രീൻ ക്യാൻഡലിന്റെ. ഓക്കെ, ബയേഴ്സ് തന്നെയാണ് സ്ട്രോങ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താലേ നമുക്ക് ഡൗൺ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റും. നോക്കാം. ഓക്കെ, മാർക്കറ്റ് ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം ഇതാണ്. നമുക്ക് ഇവിടെ ഉള്ള അടുത്തൊരു ബ്രേക്ക് ചെയ്ത ഏരിയ ഇതായിരുന്നു. പ്രീവിയസിൽ സപ്പോർട്ട് എടുത്തിട്ടുള്ളത് ആ ലെവലിനെയാണ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആവാനുള്ള സാധ്യത. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ഒരു കോൾ ഓപ്ഷൻ എടുക്കുള്ളൂ, അതായത് അടുത്ത കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കുള്ളൂ. ഇതാണ് നമ്മുടെ ലെവൽ. യെസ്, അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ക്യാൻഡിൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് നോക്കാം. ബ്രേക്ക് ചെയ്ത ലെവൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ബ്രേക്ക് ചെയ്ത ലെവൽ, പ്രീവിയസിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഹൈ. ഓക്കെ, ഓക്കെ, നമുക്ക് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് മാർജിനൽ സേഫ്റ്റി ആണ്. ജസ്റ്റ് ആ ഒരു പൊസിഷൻ. യെസ്, മാർക്കറ്റ് ഒന്നുകൂടി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ യെസ്, നമുക്ക് അവിടെ നിന്ന് രണ്ട് ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മാർജിനൽ സേഫ്റ്റിയിലാണ് ഞാൻ അവിടെ ട്രേഡ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നോർമലി ഈ ഒരു പൊസിഷൻ, ഓക്കെ, ഈ ഒരു പൊസിഷൻ ടച്ച് ചെയ്ത് മാർക്കറ്റ് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇൻ കേസ് നമുക്ക് ഈ ഒരു ട്രേഡ് മിസ്സായി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ മാർട്ടിങ്ങിൽ ചെയ്യരുത്, പകരം നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അതായത് സെക്കൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണ്. നമുക്ക് നേരെ താഴേക്ക്, അതായത് അടുത്തൊരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം മാർക്കറ്റ് ഈ ഒരു പൊസിഷനിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു എൻഗൾഫിംഗ് പാറ്റേൺ, അതായത് മാക്സിമം റിവേഴ്സൽ പാറ്റേൺ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇൻ കേസ് ആ ഒരു ട്രേഡ് മിസ്സായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും സെയിം പൊസിഷനിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മാർട്ടിങ്ങിൽ ചെയ്യരുത്. കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുക, കാരണം ലോസസ് ഇതിന്റെ കൂടെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യാം. ഓക്കെ, യെസ്, പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക്. നമ്മൾ ഇനി അവിടെ ചെയ്യേണ്ടത്, നമുക്ക് ആ ലോസ് ആയ എമൗണ്ട് നമുക്ക് അവിടെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ അവിടെ മൾട്ടിപ്പിൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. അതായത് എന്റെ ലോസ് ആയ എമൗണ്ട് ആണ് ഞാൻ അവിടെ ട്രേഡിന് യൂസ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചാൽ, മാർക്കറ്റ് ഓൾറെഡി സപ്പോർട്ട് എടുക്കേണ്ടത് ഈ ഒരു പൊസിഷനിലാണ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നോർമലി അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടെ സെക്കൻഡ് റിവേഴ്സൽ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെല്ലേഴ്സ് മാക്സിമം ആക്റ്റീവ് ആയതുകൊണ്ടായിരിക്കും ആ ഒരു പൊസിഷൻ. അപ്പൊ ഈ ഒരു മാക്സിമം സെല്ലേഴ്സ് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അടുത്തൊരു ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുക. കാരണം ഓൾറെഡി സെയിം പൊസിഷനിൽ മൾട്ടിപ്പിൾ റിജക്ഷൻസ് വന്നു കഴിഞ്ഞു. അതായത് നിങ്ങൾക്കാണ് ഇവിടെ ഒരു എം പാറ്റേൺ വന്നു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നമ്മൾ ഒരിക്കലും പാനിക് ആവേണ്ട, അല്ലെങ്കിൽ ഒരു ട്രേഡ് പോയി കഴിഞ്ഞാൽ അയ്യോ പോയി, ആ ഒരു ട്രേഡിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. യെസ്, പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആ ഒരു ട്രേഡ് റിക്കവർ ചെയ്ത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മാർക്കറ്റ് മാക്സിമം അനലൈസ് ചെയ്യുക. അതായത് നമുക്ക് ഇപ്പോൾ എനിക്ക് മിസ്സായ എമൗണ്ട് മൊത്തം എനിക്ക് എന്ത് ചെയ്ത് ഇവിടെ ട്രേഡിൽ കിട്ടി. അതായത് ഞാൻ ആ ഒരു മണി മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ട്രേഡ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു പൊസിഷൻ നോക്കുക, മാർക്കറ്റ് എങ്ങോട്ടായിരിക്കാം മൂവ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ സെൽ ഓർഡർ പ്ലേസ് ചെയ്തത്, മാർക്കറ്റ് സെയിം പൊസിഷനിൽ സെക്കൻഡ് റിവേഴ്സലാണ് തന്നിട്ടുള്ളത്. അത് നല്ലൊരു എൻഗൾഫിങ്, അതായത് മാർക്കറ്റ് മൊത്തം ഈ ഒരു പൊസിഷനൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ലോനൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇൻ കേസ് ഈ ഒരു പൊസിഷൻ തന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. കാരണം മാർക്കറ്റ് അടുത്ത സമയം ആ ഒരു ലെവലിനെ മാക്സിമം ബ്രേക്ക് ചെയ്ത് പോകാനേ ശ്രമിക്കുള്ളൂ. കാരണം പ്രൈസിന്റെ ആക്ഷൻസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, ഏത് പൊസിഷനിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് ഒരേ സെയിം രണ്ട് ട്രേഡ് എടുത്ത് തന്നെ നമ്മൾ ഇത്രയും ടൈം എടുത്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എടുത്ത ഈ ട്രേഡ്സുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.